ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ദിയ, കണ്ണൂർ സ്വദേശിയായ ദിയ എന്നൊരു പെൺകുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്താ പറയുക, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഒളിച്ചോടിപ്പോയി കിരൺ എന്നൊരു ഹൈന്ദവ യുവാവിനൊപ്പം ഒളിച്ചോടിപ്പോയ ഒരു യുവതിയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുട്ടി തിരിച്ചു വന്നു. അതുപോലെ എന്തൊക്കെയാണ് കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ പുറത്ത് വരികയുണ്ടായി. ഞാൻ ഈ കുട്ടി ഒളിച്ചോടിയ സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ വന്ന കമന്റിലാണ് ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ആ പെൺകുട്ടി തിരിച്ചു വന്നു എന്നൊരു ഇത് കാണാനിടയായത്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ മാതാപിതാക്കളെ മറന്ന് വേറൊരു ജാതി അല്ലെങ്കിൽ എല്ലാവരെയും ഉപേക്ഷിച്ച് നമ്മൾ പോകുമ്പോൾ എന്താണ് പിന്നീട് സംഭവിക്കുന്നത്, പിന്നീട് എന്താണെന്ന് പോലും ചിന്തിക്കാതെ നമ്മളെ അത്രയും കാലം പോറ്റി വളർത്തിയ പേരൻസിനെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ സ്നേഹിച്ച സഹോദരങ്ങളെ ആണെങ്കിലും എല്ലാവരെയും ഉപേക്ഷിച്ച് എന്നോ കണ്ടവനെ എന്താ പറയുക 2-3 ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ പരിചയം വെച്ച് അവൻ്റെ കൂടെ ഇറങ്ങി പോകുമ്പോൾ ഒരു പെൺകുട്ടികളൊന്നും ചിന്തിക്കുന്നില്ല പിന്നെ എന്താണ് അവളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ആ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുമോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. ആ ഒരു നിമിഷം മാത്രം മുന്നിൽ കണ്ട് ആ പെൺകുട്ടി ഇറങ്ങി പോകുമ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നു. ഈ കുട്ടിയും അതുപോലെ തന്നെ ഒന്നും ഓർക്കാതെ ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ കണ്ടു. ഈ ഒളിച്ചോടിപ്പോയ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അങ്ങനെയുള്ള ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത്. ഹസൻ സാഹിബ് എന്ന ഒരു യൂട്യൂബ് ചാനലിലെ യൂട്യൂബിലാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അദ്ദേഹം വോയിസ് ക്ലിപ്പും കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അപ്പം അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ആ ഒരു ഇത് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് വരാം. ഒന്ന് കേട്ട് നോക്കൂ. നമ്പര് പിന്നെ അവിടെ ഒരു ഹാരിസ് മൗലവി അദ്ദേഹത്തിന്റെ അളിയൻ വഴിയാണ് നമ്പർ കിട്ടിയത്. ഹാരിസ് ഭായിയെ വിളിക്കുന്നത് സംസാരിക്കുന്നതുകൊണ്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങളുടെ നാട്ടിൽ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലം ഹാരിസ് ഭായിക്ക് അടുത്താണോ? തമിഴ്നാടല്ലേ? മുണ്ടേരി കടവ് അല്ലേ? അവിടുന്ന് ഒരു ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത റമദാൻ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായത്. ഞാൻ ആ സംഭവത്തിന്റെ വാർത്ത ഞാൻ എൻ്റെ ചാനൽ വഴി പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തായി ആ സംഭവം, പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ, എന്താണ് വല്ല വിവരമുണ്ടോ എന്ന് പലരും എന്നോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ പിന്നെ ഹാരിസ് ഭായിയെ കോണ്ടാക്ട് ചെയ്യുന്നത് പെൺകുട്ടി വന്നു എന്ന് പറയുന്നത് സത്യമാണോ, അതിനെക്കുറിച്ച് ആധികാരികമായ ഹാരിസ് ഭായിക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ അത് എന്നോടൊന്ന് പങ്കുവെക്കാമോ? അല്ല, അത് കുട്ടി വന്നിന് അവർ ഒഴിവാക്കിയതിന് ഒരു ദിവസം വന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ സംസാരിച്ച് മുന്നോട്ട് പോവാൻ നീക്കോന്ന് പറഞ്ഞു. രജിസ്റ്റർ കല്യാണം കഴിഞ്ഞല്ലോ. എനിക്ക് വ്യക്തമായില്ല ഹാരിസ് ഭായി പറഞ്ഞത്. ഇവർ ഒളിച്ചോടി പോയതിനു ശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഇവര് ഒളിച്ചോടി പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇവര്. ഓക്കെ. രജിസ്റ്റർ ഹാജരാകുന്നു പോലീസ് സ്റ്റേഷനിൽ. അന്ന് കാണാതെ ഒളിച്ചോടിയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. നടന്ന് നമ്മൾ സംസാരിച്ചിന്. ഓളെ ഉമ്മയും ഒരു ചെറിയ അഞ്ചെത്തി ഉണ്ടായിരുന്നു. അവളെ പോയി സംസാരിച്ചിട്ട് ലാസ്റ്റ് അന്നേരം വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അന്ന് വന്നിട്ടില്ല. അപ്പൊ അവർ തന്നെ പോയി വന്ന് പറഞ്ഞ പോലെ ബാംഗ്ലൂരേക്ക് അവിടുന്ന് തിരിച്ചു വന്ന് കണ്ണൂര് താമസം തുടങ്ങി. ഇപ്പൊ അടുത്ത് അവർ തിരിച്ചു വന്നു. ഇപ്പം കൂടി തിരിച്ചു വന്നു. അതെന്തോ അവരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അങ്ങനെ അതിന് വരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല, എന്റെ റീസൺ എന്താണെന്ന് അറിയില്ല. അവർ തിരിച്ചു വന്നു, വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവർ സ്വീകരിച്ചു. ആയിട്ടുള്ള ഡൈവോഴ്സ് കേസ് കാര്യങ്ങൾ ഡൈവോഴ്സ് ചെയ്തെന്ന് തോന്നുന്നു. അതായിട്ടുണ്ടാവും വിചാരിക്കണം. അതെയോ? ഈ തിരിച്ചു വരാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്ക് അറിയുന്ന തന്നെയാണ്. നമ്മളൊരു അറിയുന്ന ചങ്ങായിന്റെ മകൾ തന്നെയാണ്. അവർ തിരിച്ചു വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് അവർ കിട്ടിയിട്ടില്ല. അത് ശരി. അപ്പൊ ഇവര് തിരിച്ചു വരാനുണ്ടായ കാരണങ്ങൾ എന്നോട് എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ, ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ നിർബന്ധിച്ചുവെന്നും ബിയർ കഴിപ്പിച്ചുവെന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചതിയിൽ അകപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി
ഒരു പുനർവിചിന്തനത്തിന് വിധേയമായി തിരിച്ചു വന്നു എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾ പറഞ്ഞത്. എന്നിട്ടാണ് നിങ്ങൾ മുണ്ടേരി ഭാഗത്തുള്ള ആരെങ്കിലും ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടി ആഴത്തിൽ വിവരങ്ങൾ അറിയാം എന്ന് പറയുന്നതും അങ്ങനെയാണ് ഈ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ ഫോൺ കോളിലേക്ക് എത്തിയത്. സംഭവം ഉണ്ടായിട്ടുണ്ടോന്നല്ലോ വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് വെച്ചാൽ അറിയില്ല. പിന്നെ അവനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് മാത്രമേ അറിയൂ. വെച്ചാൽ ഓൾ ഉദ്ദേശിച്ച പോലത്തെ നമ്മളിപ്പോൾ ഒരാൾ ഒരു പെൺകുട്ടി എത്തനത്തിൽ ഒളിച്ചോടുമ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് നല്ലതായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാന്നുള്ളിലായിരിക്കുമല്ലോ പോകുന്നത് ഒന്നിക്കല്. തീർച്ചയായും. അല്ല, ഈ അവരുടെ കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക അവസ്ഥയൊക്കെ എന്താണ് ഈ പെൺകുട്ടിയുടെ? പെൺകുട്ടിയുടെ സാമ്പത്തിക ഒരു ചെറിയൊരു പ്രശ്നം തന്നെയാണ് അത്. ഈ ഉപ്പാന്ന് പറയുന്ന ചങ്ങായിൻ്റെ അടുത്ത് നിന്ന് നല്ലതായ രീതിയിലുള്ള ഒരു ഇത് അവർക്ക് കിട്ടിയില്ല എന്നാണ്. അത് ഒരു അങ്ങനെയാണ്. അദ്ദേഹം ഒരു കാലം നല്ലതായിരുന്നു ഇല്ലല്ലോ. അല്ല ഹരീഷ് ഭായ്, ഇവര് ഒളിച്ചോടി പോയി പിന്നീട് ഇവര് കോടതിയിലൊക്കെ അല്ല പോലീസ് സ്റ്റേഷനിലൊക്കെ വന്ന് ഹാജരായതിനു ശേഷം ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ഇപ്പോൾ പിന്നെ ബാംഗ്ലൂരിലേക്ക് പോയി തിരിച്ച് വീണ്ടും കണ്ണൂരിലേക്ക് മടങ്ങി വന്നു. അവിടെ ജീവിക്കുമ്പോൾ തന്നെ ഈ വീട്ടുകാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നോ? അതായത് ഈ കിരണിനെ അവൾ സ്വീകരിച്ചെങ്കിലും ഞങ്ങളുടെ മകളാണ്, മരുമകനാണ്, അങ്ങനെ ഒരു ബന്ധം ഇവർ പുലർത്തിയിരുന്നോ? അല്ല, വിളിക്കലുണ്ടെന്ന് ബന്ധപ്പെട്ട് പരമാവധി അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിന് ബന്ധപ്പെട്ടിട്ട്. ഈ പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു. അതന്നെ, വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. പിന്നെ അത് കല്യാണം കഴിക്കുന്നതിന് ഏകദേശം സമയം ആയിന് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്. അത് നല്ല ടീമായിട്ട് എൻഗേജ്മെന്റ് നടന്നതാണ്. അത് ശരി. ആ സമയത്താണ് ഇവള് പോകുന്നത്. അത് ശരി. അങ്ങനെ ഇറങ്ങി പോകേണ്ട ഒരു ആവശ്യം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിലുള്ള നല്ലൊരു ചങ്ങായിയാണ്. സാമ്പത്തികപരമായിട്ടുള്ള ഒരു ചങ്ങായിയാണ്. അവനെ ഒഴിവാക്കിയാണ് ഇവള് പോയത്. ശരി. അപ്പോൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കഴിയാതെ കൊണ്ടായിരിക്കാം വന്നിട്ടുണ്ടാവാന്ന് വിശ്വസിക്കുന്നു. അല്ല, ഇപ്പോ ഇങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി വല്ലതും കൊടുക്കുകയോ ഇവന്റെ കൂടെ പോയതിനു ശേഷം ഈ പീഡനങ്ങൾ ഉണ്ടായെന്ന് അങ്ങനെ എന്തെങ്കിലും അറിയാവോ? അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല തോന്നുന്നു. ഇതിനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ഇതേ അവിടെ സ്റ്റേഷനിൽ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അറിഞ്ഞത്. നിങ്ങളെല്ലാവരും കണ്ടില്ലേ, ഇതാണ് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പുണ്യമാക്കപ്പെട്ട റമദാൻ ദിവസമാണ് ഈ പെൺകുട്ടി പോയിരിക്കുന്നത്. അതും ഈ പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ആ ഒരു സമയത്താണ് ഈ പെൺകുട്ടി അന്യപുരുഷൻ്റെ കൂടെ, അതും അന്യമതസ്ഥൻ്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, ഈ ഒരു ഇത് നമ്മൾ ഈ ഇതിൽ വർഗീയതയോ അതൊന്നും പറയല്ല. പക്ഷേ മുസ്ലിം പെൺകുട്ടികളെ വലവീശി പിടിക്കാൻ പല വിധേനയും ഈ RSS അങ്ങനെയുള്ള ആ ഒരു ഇത് ഉണ്ട്, അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ കൊണ്ടുപോയി എത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത ചരിത്രം നമ്മൾ പേപ്പറിലാണെങ്കിലും ന്യൂസിലാണെങ്കിലും എല്ലാം കണ്ടതാണ്. ഹിന്ദുക്കളെ ഞാൻ കുറ്റം പറയലട്ടെ, ഹിന്ദുസ് ആയിട്ടുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഹിന്ദുസിൽ നല്ലവരുണ്ട്, നല്ലവരില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ മുസ്ലിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഇവരൊരു സംഘമാണ്. മുസ്ലിം പെൺകുട്ടികൾ ഇതുപോലെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ, 2 മക്കളുള്ള പെൺകുട്ടികൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരെ വലവീശി പിടിക്കുന്ന ഒരു സംഘടന തന്നെ ഉണ്ട് ഇവരുടെ. അവരാണ് ഇങ്ങനെ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് പല വിധേനയും അവരെ ഇങ്ങനെ മദ്യപിപ്പിക്കുക, അതുപോലെ തന്നെ മയക്കുമരുന്ന് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കുത്തിവെക്കുക. പിന്നെ അവരുടെ എല്ലാ സുഖങ്ങളും അവരുടെ എല്ലാ അതും കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടിയെ ഒന്നില്ലെങ്കിൽ കൊല ചെയ്യുക, അല്ലെങ്കിൽ അതിക്രൂരമായിട്ട് തന്നെ കൊല്ലുക, അല്ലെങ്കിൽ അവരെ ഇനി വേണ്ട നീ പൊക്കോ എന്നുള്ള രീതിയിൽ പല മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പീഡനങ്ങൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ ന്യൂസുകളിലെല്ലാം കണ്ടതാണ്. ഇതെല്ലാം കണ്ടിട്ടും പെൺകുട്ടികളൊന്നും പഠിക്കുന്നില്ലല്ലോ. ഇത്രയും വിദ്യാഭ്യാസവും ഇതും ഉള്ള ഈ കാലഘട്ടത്തിൽ പോലും പെൺകുട്ടികൾ ഇതൊന്നും കണ്ടു പഠിക്കുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. 1 2 എന്തെങ്കിലും പറയുന്ന ആ ഒരു ഇതിൽ പെൺകുട്ടികൾ വീണ് പോകുമ്പോൾ ആ ഒരു ഇതാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. എന്താ പറയുക, പെൺകുട്ടികൾക്കൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് പോലും പോവാന്ന് പറയുമ്പോൾ അതും ഇത്രയും വളർത്തി വലുതാക്കിയ പേരൻസിനെയൊക്കെ ഉപേക്ഷിച്ച് പോവുക, എത്രമാത്രം ഇതുണ്ടാവും. ഇപ്പം ആ മോളെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ആ പേരൻസ് അവർ ഏറ്റെടുത്തു. അപ്പോൾ അതൊന്ന് ചിന്തിച്ച് നോക്കി, എത്രമാത്രം സ്നേഹിക്കുന്ന ആളുകളാണ് ആ പെൺകുട്ടിയുടെ
മാതാപിതാക്കളെ നിന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ ആ ഒരു മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ടാണ് ഈ പെൺകുട്ടി പോയത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ പെൺകുട്ടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ പേരൻസിന് ചിന്തിച്ച് നോക്ക് എത്രമാത്രം പാവങ്ങളായിരിക്കും അല്ലേ അവർ. അപ്പം ഈ ഒരു ഇതും ഓരോ പെൺകുട്ടികൾക്കും ഇത് കണ്ടിരിക്കേണ്ട ഒരു വാർത്ത തന്നെയാണ്. ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു ന്യൂസ് തന്നെയാണ് ഇത്. എന്താണ് എന്താ പറയുക, വല്ലാത്തൊരു വേദന തന്നെയാണ്. അന്ന് ആ പെൺകുട്ടി പോയി അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി അന്യൊരു മതസ്ഥന്റെ കൂടെ ഇറങ്ങി പോവാന്ന് പറയുമ്പോൾ ആ കുടുംബത്തിനുണ്ടാവുന്ന അപമാനം, ആ കുടുംബത്തിനുണ്ടാവുന്ന വേദന എന്തെല്ലാം ഇതാണല്ലേ. അപ്പം ഞാൻ മതത്തിനെയോ അല്ലെങ്കിൽ ഒന്നും വർഗീയതയോ അതൊന്നും പറയല്ല, എങ്കിലും ആ പേരൻസിന്റെ ആ ഒരു ഇത് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് പോകുമെന്ന് പറയുമ്പോൾ ഭയങ്കര വേദന തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എല്ലാം മനസ്സിലാക്കി അവന്റെ തനി സ്വരൂപം കണ്ട് തിരിച്ചു വന്നു എന്നുള്ളൊരു വാർത്തയാണ് കേൾക്കാനിടയായത്. എന്തായാലും ആ പെൺകുട്ടിക്ക് ഇനി നല്ലൊരു ലൈഫ് കിട്ടട്ടെ. ഇനി എന്താണ് അവൻ ഇത്രത്തോളം ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ഇങ്ങനെയെല്ലാം മദ്യപിപ്പിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനക്ക് അതിൻ്റെതായിട്ടുള്ള ശിക്ഷ ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. എന്താ വെച്ചാൽ ഇവർ രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ഇനി വേണം. അപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു ഇത് തന്നെയാണ്. ഓരോ പെൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്താ പറയുക, ഞാനും പെൺകുട്ടികൾ വളർത്തുന്നതാണ്. നമുക്കിതൊക്കെ കാണുമ്പോൾ പേടി തന്നെയാണ് സത്യത്തിൽ. ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ പേടി തന്നെ. ഈ പെൺകുട്ടി തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും സന്തോഷം തോന്നി. ഒരു മരണത്തിലേക്ക് പോയില്ലല്ലോ, ആത്മഹത്യ ചെയ്യേണ്ട വന്നില്ലല്ലോ ആ പെൺകുട്ടിക്ക്. ആ വീട്ടുകാർ സ്വീകരിക്കാനുണ്ടായി. ആ പെൺകുട്ടി തിരിച്ചു വന്നു എന്ന് കേട്ടപ്പോൾ സന്തോഷം തോന്നി. എന്തായാലും ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ. എന്തോ ഒരു ബുദ്ധിയിൽ തോന്നിയതായിരിക്കും. ഇനി നല്ല ബുദ്ധി ആ പെൺകുട്ടിക്ക് കൊടുക്കട്ടെ എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം ആ പെൺകുട്ടിക്ക് റമദാൻ മാസത്തിൽ പോവാനും. അപ്പം അത്രയ്ക്ക് മാത്രം പ്രലോഭനങ്ങളിൽ ആ പെൺകുട്ടി പെട്ടുപോയിട്ടുണ്ടാവും. അതായിരിക്കും വാസ്തവം. ആരെയും ഇത് പറ്റാത്തൊരു ഇതാണ്. ഇവരൊരു ഇതാണ് ടാർഗറ്റ് ചെയ്ത് പിടിക്കുകയാണ്. മുസ്ലിം പെൺകുട്ടികളെ തന്നെ ഇവർ ടാർഗറ്റ് ചെയ്തിട്ട് വലവീശി പിടിക്കുകയെന്ന് പറയാം. ഇപ്പോൾ പല ന്യൂസുകൾ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനി വരും തലമുറകൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.